ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാതാപിതാക്കന്മാരോട് ഒരുമിച്ച്, സഭയിലെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. അടിയങ്ങളും അവിടെ ആയിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കൂടെ ഇരിക്കുന്നു. ഇത്രത്തോളം ഇന്നുവരെയും അടിയങ്ങളെ ദൈവം പരിപാലിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ, ദൈവനാമത്തിന് വേണ്ടി നിൽപ്പാൻ, കഷ്ടതയുടെ നടുവിലും പീഡനത്തിന്റെ നടുവിലും ഞെരുക്കത്തിന്റെ നടുവിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ലോകപ്രകാരം അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുമായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് ലോകത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രസംഗിക്കുമായിരുന്നെങ്കിൽ, ലോകത്തിന് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അനേക സമ്പത്തുകൾ കാണേണ്ട വ്യക്തിയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആ വ്യക്തിയുടെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവപ്രവൃത്തി കാണുവാനും ഇടയായി ചേരുന്നു. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുമ്പോൾ എഴുന്നേൽപ്പിക്കുന്നവർ നല്ലത് തന്നെ, എന്നാൽ ദൈവത്തെക്കാൾ ഉപരി ആരെയും വണങ്ങുവാനോ ആർക്കും വിധേയപ്പെടുവാനോ ആർക്കും തലകുനിക്കുവാനും ഇടയായി തീരരുത്. അർത്ഥാൽ ദൈവത്തെക്കാൾ ബഹുമാനം വേറെ ആർക്കും കൊടുക്കരുത്. മനുഷ്യന്റെ വാക്കുകൾ നമ്മളെ ഒരുപക്ഷെ തളർത്തിയേക്കാം, മനുഷ്യൻ ഒരുപക്ഷെ നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് വിളിച്ചവന് രക്തം നൽകിയവന് അനുസൃതമായി ജീവിതത്തെ നയിക്കുവാനാണ്. അങ്ങനെ ആ ഒരു വ്യക്തി എന്നോട് പറയുവാനിടയായി തീർന്നു, ഞാൻ നിനക്ക് ഒരു ഭവനം വെച്ചു തരാം, ഞാൻ നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വാക്ക് പറഞ്ഞ മനുഷ്യർ മാറിപ്പോകും. കാരണം പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചത് ദൈവമാണ്. എന്റെ പ്രാർത്ഥന കൊണ്ടല്ല, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് വ്യക്തി ജീവിതങ്ങൾക്ക് മനസ്സിലാകുവാൻ ആ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. എന്നാൽ നമ്മൾ പലരും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയും. ദൈവം അത്ഭുതത്തിന്റെ താക്കോൽ ഭൂമിയിൽ ആരുടെയും പക്കൽ ഏൽപ്പിച്ചിട്ടില്ല. വിശ്വാസത്തോടുകൂടി ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ ഈ സഭയുടെ മധ്യേ എന്റെ ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പൊ ഈ വ്യക്തി ചില കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം വചനവിരുദ്ധമായതും ക്രമവിരുദ്ധമായതുമല്ല ചിലതൊക്കെ കണ്ട് എനിക്ക് പണ്ട് തൊട്ട് തന്നെ എന്റെ പിതാവ് എന്നെ വളർത്തിയത് സഭയുടെ നടുക്ക് എഴുന്നേൽപ്പിച്ചു നിർത്തി. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി, സഭയോട് ക്ഷമ പറയാൻ പറയും. ഒന്ന് അലക്ഷ്യമായിരുന്നാൽ എന്നോട് അവിടെ പരസ്യമായി ശാസിക്കും. അങ്ങനെയൊക്കെ വളർന്നു വന്നത് കൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യരുടെ ആരുടെയും മുഖത്ത് നോക്കി ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ കൽപ്പിച്ചിട്ടില്ല. ദൈവം പറഞ്ഞ വചനങ്ങൾ, ദൈവം പറഞ്ഞ നിയോഗത്തിനനുസരിച്ച് മുഖം നോക്കാതെ പറഞ്ഞതുകൊണ്ട് അനന്തര ഭവിഷ്യത്ത് ലോകത്തിൽ ഇന്ന് ഒരുപക്ഷെ സാമ്പത്തികമായി ഞാൻ കടക്കാരനായിരിക്കാം, സാമ്പത്തികമായി ഞാൻ ഞെരുക്കമുള്ളവനായിരിക്കാം, സാമ്പത്തികമായി ലോകത്തിന് പറയാനുള്ളതൊന്നും എനിക്ക് പറയുവാനില്ലായിരിക്കാം. എന്നാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഉലക സ്ഥാപനത്തിന് മുൻപ് എന്നെ വിളിച്ച് അവനിൽ ചേർക്കപ്പെട്ട എന്റെ പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ എനിക്ക് അവസരം നൽകുന്നു എന്ന് പറയാം. നമ്മളെ വിളിച്ചത് ലോകക്കാരല്ല, നമ്മളെ വിളിച്ചത് സമൂഹമല്ല. സമൂഹത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, സമൂഹത്തിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾക്കനുസരിച്ച് ജീവിപ്പാനല്ല. നമ്മളെ വിളിച്ചത് ഉയരത്തിലെ ഒരു ദൈവമാണ്. ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ട 3 പാട്ടുകൾ, പ്രിയ സഹോദരന്മാർ പാടിയ 3 പാട്ടുകൾ. ആദ്യത്തെ പാട്ട് പാടും ഞാൻ പരമേശ്വരൻ സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാ എന്റെ രക്ഷിതാവിന് ഞാൻ പാടുമെന്നുള്ള പാട്ട്. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എന്തുകൊണ്ടാണ് നാം ദൈവത്തെ വിളിക്കുന്നത്? രണ്ടാമത്തെ പാട്ട് അതായിരുന്നു, ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ ഇടകളിൽ നിന്ന് ഈ പാട്ടുകളൊക്കെ മാഞ്ഞു പോകുന്ന സമയത്ത് ദൈവഭക്തന്മാർ ചേർന്ന് പ്രത്യാശയുടെ കാര്യങ്ങൾ പാടുമ്പോൾ ഒരു പ്രസംഗത്തേക്കാൾ ശക്തിയുണ്ട്. എന്റെ പരമേശ്വരൻ ഞാൻ പാടും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ എന്റെ പാപം പോക്കിയതുകൊണ്ട്. എന്നെ വിളിച്ചു വേർതിരിച്ച് ധനികനാക്കാമെന്നല്ല, എന്നെ വിളിച്ചു വേർതിരിച്ച് സമ്പത്ത് തരാമെന്നല്ല, എന്നെ വിളിച്ചു വേർതിരിച്ച് വണ്ടി തരാമെന്നല്ല, എന്നെ വിളിച്ചു വേർതിരിച്ച് ലോകത്തിലെ ആരെങ്കിലും ആക്കാമെന്നല്ല. എന്നെ വിളിച്ചു വേർതിരിച്ചത്
അവന്റെ മണവാട്ടിയാക്കി തീർക്കുവാനാണ്. അങ്ങനെയുള്ള കർത്താവിനെ സ്തുതിപ്പാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരെ, നമുക്ക് അതല്ല വേറെ എന്താ പറയാനുള്ളത്? നമ്മൾ ഈ ദിവസങ്ങളിലെ പാട്ടുകളും ഈ ദിവസങ്ങളിലെ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട്. നിങ്ങൾക്ക് കാറില്ലയോ, നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വീടില്ലയോ, നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. ബുദ്ധിയില്ലാത്ത മനുഷ്യരെ, ഈ ഭക്തന്മാർ സകലവും ധരിച്ച്, ജീവനും ധരിച്ച്, തങ്ങൾക്കുള്ള സകലവും ധരിച്ച് ഈ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അവർ നേരിടുന്നത് നഷ്ടങ്ങളായിരുന്നെങ്കിൽ, കഷ്ടങ്ങളായിരുന്നെങ്കിൽ നമുക്ക് എന്തിനാ വേണ്ടിയതൊക്കെ? ദൈവം തരാനുള്ളത് ദൈവത്തിന്റെ സമയത്ത് നൽകും. അത് നല്ലത്. അത് കിട്ടിയില്ലെങ്കിലും, അതെനിക്ക് ലഭിച്ചില്ലെങ്കിലും എനിക്ക് എന്റെ ദൈവത്തോട് പിണക്കമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവങ്ങൾ കണ്ടറിയത് എന്റെ ദൈവം എന്റെ പാപത്തെ പോക്കിയതുകൊണ്ട്, എന്റെ ദൈവം എന്റെ പാപത്തിന് മറുപടിയായിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ആധുനിക സഭകൾ പലതും വളരുന്നതിന്റെ പിന്നിലെ രഹസ്യം, അവർ പറയുന്നത് മൊത്തം ഭൗതികതയാണ്. അവർക്ക് ഈ ലോകത്തിലെ ചിലരൊക്കെ വെച്ച് കാണിച്ചിട്ട് പറയുക, ബാ വന്നെടുത്തു കൊണ്ടുപോകും, രോഗസൗഖ്യമോ ബാ വന്നു കൊണ്ടുപോയിക്കൊള്ളുക, ഭവനത്തിന്റെ നിർമ്മാണമോ ബാ വന്നു കൊണ്ടുപോയിക്കൊള്ളുക, നിങ്ങളുടെ ഏത് സാഹചര്യമോ ബിസിനസിന്റെ തകർച്ചയോ ബാ വന്നു കൊണ്ടുകൊള്ളുക. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല. പിതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഹേ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ. വചനം ശക്തമായി പ്രസംഗിക്കുമ്പോൾ ഉള്ളിൽ കുത്തുകൊള്ളും. കുത്തുകൊണ്ടാൽ അവൻ രക്ഷപ്പെടും. കുത്തുകൊണ്ടില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചിലതൊക്കെ അവന് ലഭിക്കും. ഈ ലോകത്തിന്റെ നന്മകൾ ഒരുപക്ഷെ ലഭിച്ചെന്ന് വന്നേക്കാം. യോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വന്നപ്പോൾ സ്നേഹിതന്മാരെല്ലാം അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാ, നീ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാ. ഭക്തനാണ് യോബ്, യോബിനറിയാം. എന്നാൽ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അടുത്തു വന്നിരുന്ന് പറഞ്ഞതെല്ലാം വളരെ വളരെ പ്രതികൂലമായ വാക്കുകളാണ്. അതിന്റെ മധ്യത്തിൽ യോബ് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനല്ല, എന്റെ സ്വന്തം കണ്ണാണ് ഞാൻ അവനെ കാണും. യോബ് പറഞ്ഞില്ല എനിക്ക് ഒട്ടകം തിരിച്ചു കിട്ടുമെന്ന്. യോബ് പറഞ്ഞില്ല എനിക്ക് ആട് തിരിച്ചു കിട്ടുമെന്ന്. യോബ് പറഞ്ഞില്ല ദൈവം എനിക്ക് മക്കളെ തരുമെന്ന്. യോബിന് ഒരൊറ്റ ഉറപ്പുണ്ടായിരുന്നു, ഇതെല്ലാം നഷ്ടമായാലും അങ്ങനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. പുതിയ നിയമസഭയുടെ പ്രത്യാശ എന്റെ യേശുവിന്റെ മറുപടിയിരിക്കുന്നു. അടിസ്ഥാനത്തിലല്ല, സത്യവചനം പ്രസംഗിക്കപ്പെടുന്നവർക്ക് രോഗസൗഖ്യമുണ്ട്. സത്യവചനം പ്രസംഗിക്കുന്നവർക്ക് വിടുതലുണ്ട്. അത് ദൈവം ചെയ്യും. എന്നാൽ നമ്മൾ കാത്തിരിക്കുന്നത് അവന്റെ വരവിന് വേണ്ടിയാണ്. നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 2-3 വാക്യം. ഒന്ന് മുതലുള്ള വാക്യം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മൾ പ്രശ്നങ്ങൾ കേട്ടിട്ടില്ലേ? ദൈവത്തിനോട് അടുത്തുക, നിങ്ങളുടെ സകലതും മാറി, നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ ലഭിക്കും, നന്മകൾ ലഭിക്കും, സമ്പത്ത് ലഭിക്കും, ആരോഗ്യം ലഭിക്കും. ഇതെല്ലാം ഉള്ള മനുഷ്യൻ എന്തിനാ ഹൃദയം കലങ്ങുന്നത്? കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ഹൃദയം കലങ്ങാറുണ്ടോ? ഈ മാർഗം കഷ്ടതയുടെ മാർഗമാണെന്ന് പിതാക്കന്മാരുടെ അനുഭവത്തിൽ നാം കാണുന്നില്ല. ഈ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവരെ ജീവനോടെ ചുട്ടുകൊന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ നാം വായിക്കുന്നില്ലേ? തീർച്ചയായിട്ടും
കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, ഹൃദയം കലങ്ങാറുണ്ട്. പലപ്പോഴും നമ്മൾ വേദനയിലായിരിക്കുമ്പോൾ പലപ്പോഴും പലരും എന്ന് പറയും, ദൈവത്തിൽ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിൽ സന്തോഷമില്ലാത്തത് കൊണ്ടാണ്. ശരിയാണ്, ചില സമയത്ത് നമ്മൾ ആകെ തളർന്നു പോകുന്നേ. മനുഷ്യൻ ആശ്വസിപ്പിച്ചാലും നമുക്ക് ആശ്വാസം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരും. ഇതറിഞ്ഞിട്ട് അപ്പം പറയുക, എനിക്കറിയാം കുഞ്ഞെ, നിന്റെ ഹൃദയം കലങ്ങുമെന്ന്, നിന്റെ ഹൃദയം നീറുമെന്ന്, നിന്റെ ഹൃദയം വേദനിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് നാളെ ഞാനെല്ലാം ശരിയാക്കി തന്നേക്കാമെന്നല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിടുവിച്ചേക്കാവുന്നല്ല. ഇവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് ഒരുപക്ഷെ രോഗങ്ങൾ കൊണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് ചില പ്രാർത്ഥന വിഷയങ്ങൾ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുക, ഇതൊക്കെ കാരണം ഹൃദയം കലങ്ങിയാലും ഞാനൊരു പ്രത്യാശ നിങ്ങൾക്ക് തരും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇവിടെ വീടില്ലെങ്കിൽ സാരമില്ല. കാരണം ഞാൻ പറയുന്നത്, എന്റെ പിതാവ് കർത്താവിനെ വിളിക്കുവാൻ ഇറങ്ങി തിരിച്ചു. ഏകദേശം 27 വർഷത്തെ ശുശ്രൂഷ പരിചയം പാടാവുന്നുണ്ട്. ഇതുവരെ സ്വന്തമായ ഒരു ഭവനമില്ല. ഇതുവരെ സ്വന്തമായ സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന്റെ മധ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പോടെ പറയുവാൻ സാധിക്കും, കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടങ്ങൾ വിട്ടാലും ഞങ്ങൾ തുഷ്ടിയായി ജീവിക്കും. രോഗമുണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. വേദന ഉണ്ടെങ്കിലും ഞങ്ങൾ ആനന്ദിക്കും. കാരണം ഞങ്ങളുടെ പ്രത്യാശ അക്കരതാണ്. അങ്ങനെ പറയുവാൻ സാധിക്കുമോ? ഒന്ന് രണ്ട് വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി ഞാൻ വേഗത്തിലിരിക്കുക. സമയത്തിന്റെ പരിമിതികൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-12 വാക്യങ്ങളൊന്ന് വായിക്കാം. ആമേൻ, 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 വാഗ്ദത്ത നിവർത്തിയുടെ സന്തതി. ദൈവത്തിൽ വാഗ്ദത്തങ്ങളുണ്ടോ? ഉണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോരോ പുസ്തകത്തിലും ഓരോരോ ലേഖനത്തിലും ഓരോരോ വാക്യത്തിലും വാഗ്ദത്തങ്ങളുണ്ട്. പഴയ നിയമത്തിൽ വാഗ്ദത്തങ്ങളുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിൽ വാഗ്ദത്തങ്ങളുണ്ടോ? ഉണ്ട്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക്, ഇവർക്കെല്ലാവർക്കും ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സിക്രിയാവിനെ, ഒരു എലിസബത്തിനെ ഏകദേശം പ്രായമാകുന്നത് വരെ അവർ ശുശ്രൂഷിച്ചു. വാർദ്ധക്യകാലം വരെ അവർ ശുശ്രൂഷിച്ചു. ഒരു തലമുറ അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. സങ്കടമുള്ളിൽ സഹിച്ചു. ഒരു വാർദ്ധക്യകാലം വരെ ശുശ്രൂഷിച്ചു. പലപ്പോഴും അവരുടെ നല്ല പ്രായത്തിൽ അവരോട് ചോദിച്ചേക്കാം, ദൈവത്തെ വിളിക്കാൻ പോയതല്ലേ, കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ചതല്ലേ, പിന്നെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, പിന്നെന്താ ഇങ്ങനെ ആയിത്തീരുന്നത്? സക്കറിയാവിന്റെ ഉള്ളം മുങ്ങിയേക്കാം. ഇതിന്റെ എല്ലാം പ്രയാസങ്ങളെ പ്രശ്നത്തിന്റെ മടിവിൽ സക്കറിയാവിന് ഒരു കാര്യം അറിയാം, അവൻ കൂറിന്റെ ക്രമപ്രകാരം അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവൻ ആലയത്തിൽ ചെയ്തു. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുകൊണ്ടാണ് അവൻ ആലയത്തിൽ പോകുന്നതല്ല. കൂറിന്റെ ക്രമപ്രകാരം വിളിക്കപ്പെട്ടവൻ ആലയത്തിൽ ചെന്ന് ധൂപം കാട്ടണം. പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ആലയത്തിൽ തന്നെ യഹോവയ്ക്ക് സ്തുതി അർപ്പിക്കണം. മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും, ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും ആലയത്തിൽ ചെല്ലണം, ധൂപം കാട്ടണം. വാഗ്ദത്ത സന്തതി. ഞാൻ അവിടെ നിന്ന് പുതിയ നിയമത്തിന്റെ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറും. പഴയ നിയമത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ
അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഈ പുതിയ നിയമത്തിന്റെ സന്തതിയായ യോഹന്നാന് എത്ര വയസ്സിൽ മരിക്കേണ്ടി വന്നു? ലോകം നോക്കി പറഞ്ഞേക്കാം, ഒത്തിരി നാള് ലഭിക്കാതിരുന്നൊരു മകൻ അവൻ പോയി മരുഭൂമിയിൽ കിടക്കുന്നു, ഒട്ടകരോഗത്തിന് അവന് ധരിക്കുന്നു, അവൻ തോൽവാറ് കഴിക്കുന്നു, വെട്ടുക്കിളിയും കാട്ടുവേനും. അവന്റെ ശുശ്രൂഷയ്ക്ക് വേറൊരു പ്രത്യേകത, അവന്റെ ഡ്രസ്സിങ്ങിന് വേറൊരു പ്രത്യേകത. ഇതാണോ പ്രാർത്ഥിച്ചു വാങ്ങിയത്? യോഹന്നാനെ നോക്കി അന്നത്തെ പുരോഹിതവർഗം പറയാം, ക്രമപ്രകാരം അടുത്ത ധൂപം കെട്ടാൻ പോകേണ്ടവനാ. പക്ഷേ യോഹന്നാനോടുള്ള വിളി എന്തിനാണെന്നറിയാമോ? കർത്താവിന് പാത നടപ്പാക്കുവാൻ അവനെ വിളിച്ചു പറയുന്ന സാധാരണ സുവിശേഷമൊന്നുമല്ല. അവന്റെ മുമ്പിൽ ഇരിക്കുന്ന യഹൂദന്മാര് പറയും, യഹൂദന്മാരെന്നുമല്ല, അവർക്ക് നല്ല ന്യായപ്രമാണം അറിയാം. അവരെ നോക്കിയിട്ട് വിളിച്ചു പറയുക, സർവസന്തതികൾ ദൈവം തന്ന ആത്മീയ അധികാരത്തിൽ ശുശ്രൂഷിക്കുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം ഉപയോഗിപ്പാൻ ഇടയായി തീരട്ടെ. യോഹന്നാന്റെ ജീവിതം ഹെരോദാവിന്റെ വാളിൽ അമർന്നു പോയപ്പോൾ ലോകം അവനെ നോക്കി ചോദിച്ചു, ദൈവത്തെ വിളിച്ചവൻ ഇറങ്ങിത്തിരുന്നിട്ട് മകനെവിടെ? തല വേറെയായി, ശിരസ് വേറെയായി, ഉടൽ വേറെയായി, അവൻ മാറ്റപ്പെട്ടു. ഇതാണ് പുതിയ നിയമത്തിന്റെ സുവിശേഷം. നമ്മൾ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ചില അനർത്ഥങ്ങളും ചില ആപത്തുകളും അപകടങ്ങളും ഒക്കെ വരുമ്പോൾ, ചിലതൊക്കെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ, ചിലതൊക്കെ തലമുറകളോളത്തിൽ സംഭവിക്കുമ്പോൾ, ചിലതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ, ചിലരൊക്കെ ചോദിച്ചിട്ടില്ലേ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യം അവിടെ കേൾക്കുന്നെങ്കിൽ ഉത്തരമുണ്ടോ? ഉണ്ട്. ഞാൻ അടുത്ത വ്യക്തിയെ പരിചയപ്പെടുത്താം. അവൻ കപ്പലിനൊക്കെ ഉടമയാകട്ടെ. ഇന്നത്തെ തുർക്കി എന്നറിയപ്പെടുന്ന താർശീസിൽ ജനിക്കപ്പെട്ടവനാ. യഹൂദ പ്രമാണപ്രകാരം ഗമാലിയേലിന്റെ പാതപീഠത്തിലിരുന്ന വിദ്യാഭ്യാസവനാ, ശക്തനാ, സംഘത്തിലുള്ളവനാ. അവസാനം ജീവിതത്തോടടുക്കുമ്പോൾ തന്റെ മകനായ നിജപുത്രനായ തീമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന ആ പുതപ്പും കൂടെ എന്റെ ചർമ്മലിഖിതങ്ങളും കൂടെ ഒന്നെടുത്തിട്ട് വരണമേ. ശൈത്യകാലമാകിയാൽ തണുപ്പ് സഹിക്കാൻ വയ്യാതെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവനെ ബന്ധിച്ചവരുടെ മധ്യത്തിൽ കിടന്നവൻ എഴുതുക, ഇവിടെ കിടന്നാലും ഞാൻ എഴുതും, ഇവിടെ കിടന്നാലും ഞാൻ പാടും. ആ പുതപ്പൊന്ന് കൊണ്ടുവരണം. ലോകം പൗലോസിനെ നോക്കിയിട്ട് ചോദിക്കുക, വല്ല കാര്യം ഉണ്ടായിരുന്നോ? സംഘത്തിലുള്ളവൻ, യഹൂദ മതപ്രകാരം തീഷ്ണമായി നിന്നവൻ, ഒരു ദർശനം കണ്ടത് മറന്നു തിരിച്ചു. അവസാനം ഒരു പുതപ്പും ഒരു പുസ്തകവും അവശേഷിച്ചോ? മുടിക്കാനിറങ്ങിയവനാ. ഒരൊറ്റ ദർശനം ജീവിതത്തെ മാറ്റിയെങ്കിൽ പുതിയ നിയമത്തിലെ രണ്ടാമത്തെ വ്യക്തിയെ നോക്കി ലോകം ചോദിക്കുക, ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തായി തീർന്നു? ചരിത്രം പറയുന്നത് ശിരസ് ഛേദിക്കപ്പെട്ടവനായി മരിക്കുവാനിടയായി തീർന്ന പൗലോസ് അപ്പോസ്തലനെ പറ്റിയാണ്. കാരാഗ്രഹത്തിൽ കഴിഞ്ഞ പൗലോസ് അപ്പോസ്തലനെ പറ്റിയാണ്. ഇനി ഞാൻ മൂന്നാമതൊരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തി വേഗത്തിൽ ഞാൻ എന്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തവൻ വാഗ്ദത്തത്തിന്റെ നിവർത്തിയായി ഭൂമിയിലേക്ക് കടന്നു വന്നവനാ. ആദിമയേദൻ തോട്ടത്തിൽ കഴിക്കരുത് കായ്ഫലങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു ആ വാക്കനുസരിക്കാതെ പോയി കായ്ഫലം ഭക്ഷിച്ചു. ഇന്നെന്തെങ്കിലും കായ്ഫലം നമ്മുടെ നേരെ സത്തം നീട്ടുന്നുണ്ടോ? ഒരു പക്ഷേ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ട ഒരു ജോലിയായിരിക്കാം, തീർത്ത് തന്നെ പറയുകയാണ്. ചിലരോടുള്ള സൗഹൃദമായിരിക്കാം, ചിലയിടങ്ങളിലേക്കുള്ള പോക്കായിരിക്കാം, ചിലതൊക്കെ കാണുന്നതായിരിക്കാം, ചിലരുമായിട്ട് സമയം ചെലവഴിക്കുന്നതായിരിക്കാം. ഹൗവ പറഞ്ഞു, പഴം കഴിക്കുന്നതല്ലേ, എന്താ കുഴപ്പം? വേദപുസ്തകത്തിൽ അനുവദിക്കാത്തതൊന്നും ആചരിപ്പാൻ പുതിയ നിയമ പറ്റന് വ്യവസ്ഥയില്ല. ചില നേരം അവിടെ പോയി ഇരുന്നാലെന്താ? ചില നേരം അത് കണ്ടാലെന്താ? ഇങ്ങനെയൊക്കെ ധരിച്ചാലെന്താ? ഇങ്ങനെയൊക്കെ ഞാനായി തീർന്നാലെന്താ? ഇച്ചിരിയൊക്കെ ലോകത്തോട് ഇടകലർന്ന് ജീവിച്ചാലെന്താ? ഫലം 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 അവൻ
അവൻ നാളുകളിൽ ഇതിലും വലിയ ഫലം നിനക്ക് വെച്ചിരിക്കും. അവിടെ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ, അവിടെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുന്നില്ലായിരുന്നെന്ന്. ഇങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യനെ ആരക്ഷിക്കും? തോട്ടം കാപ്പാൻ ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാരെ കാവൽ നിർത്തിയപ്പോൾ, ന്യായപ്രമാണം കൊടുത്ത മനുഷ്യന് അവനെ ആചരിപ്പാൻ കഴിയാതിരുന്നപ്പോൾ, പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവൻ വാക്ക് കേൾക്കാതിരുന്നപ്പോൾ രാജാക്കന്മാരെ കൊടുത്തു. രാജാക്കന്മാർ ഭരിച്ചപ്പോഴും അവർ ദൈവത്തെ കാണാതിരുന്നപ്പോൾ, ഏകദേശം അവസാനം കുറെ നാളുകൾ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെട്ടപ്പോഴും ഏദൻ തോട്ടത്തിൽ ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ദൂത് ഞാൻ കൈമാറുന്നു. ഇതിന്റെ മധ്യേ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പൈശാചിക ശക്തികൾ എന്തു തന്നെയായാലും യേശുവിന്റെ നാമത്തിൽ അത് ഈ ആലയത്തിന്റെ പുറത്തു പോകട്ടെ. ശത്രുവിന്റെ കൊമ്പുകൾ ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ വചനം ഉയർത്തിക്കട്ടെ. ധ്യാനിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സമയത്തിന് ഒരു മതിയുണ്ടല്ലോ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. കാലതികവിങ്കൽ. അപ്പൊ ചോദിക്കും, പ്രാർത്ഥിച്ചിട്ട് മറുപടി എന്തിയെ? ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ലല്ലോ. ദേശത്ത് 3 നാളായിട്ട് സഭയുണ്ടല്ലോ. പുതിയൊരു വ്യക്തി സ്നാനപ്പെടുന്നില്ലല്ലോ. ചോദ്യങ്ങൾ ഉയരണ്ടല്ലോ. ആത്മീയ ജീവിതത്തിൽ അത് ഉയരണം. നമുക്ക് കഷ്ടങ്ങളുണ്ടെന്ന്, ഭൂമിയിൽ നമുക്ക് രോഗങ്ങളുണ്ടെന്ന്. നമ്മൾ കഴിക്കുന്നില്ലേ? ആഹാരം കഴിക്കുന്നില്ലേ? നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ? രോഗങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ട്. പൗലോസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതെല്ലാം സഹിച്ച, പീഡകൾ അനുഭവിച്ച പൗലോസിന് എന്തുണ്ടായിരുന്നു? സഭകളുണ്ടായിരുന്നു, അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവന്റെ ആത്മീകത്തിന്റെ അനന്തരഫലം, അവൻ കർത്താവിനെ അറിഞ്ഞതിന്റെ അനന്തരഫലം 14 ലേഖനങ്ങളാണ്. ഇന്നും കഷ്ടതയിലിരിക്കുന്ന വിശ്വാസികൾ വായിച്ച് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ലേഖനങ്ങൾ അപ്പോസ്തലൻ തന്നു. കാലതികവിങ്കൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. അന്നത്തെ രാജാവ് വിചാരിച്ചു ഇവനെ ഒതുക്കി കളഞ്ഞേക്കാം. അന്ന് പിശാച് വിചാരിച്ചു ഇവനെ തകർത്ത് കളഞ്ഞേക്കാം. വാഗ്ദത്തം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അത് തമ്പുരാൻ തന്നതാണെങ്കിൽ, അതെന്റെ ഹൃദയത്തോട് ഇടപെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ഹേ രാജാവേ, നിന്റെ ബുദ്ധിക്കതീതമായി പ്രവർത്തിപ്പാൻ എന്നെ ദൈവശക്തൻ. കൊന്നുകളയണം, മുടിച്ചു കളയണം, ഈ ശിശു പുറത്തു വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ച ഹെരോദാവേ, നിനക്ക് തെറ്റി. ഈ ലോകത്തിലെ രാജാക്കന്മാരെക്കാളെല്ലാം ഉപരിയായി രാജാവോ കർത്താവ് ഈ ശിശുവിനെ സംരക്ഷിക്കാൻ തീരുമാനമെടുത്തു. ഈ ശിശു ഭൂമിയിൽ വന്നു. അവന്റെ സ്നാനത്തിങ്കൽ സ്വർഗം തുറക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങിയ എന്റെ ദൈവമക്കളെ, ഇന്ന് നമുക്ക് എത്ര പേർക്ക് ഇത് കേൾക്കുമ്പോൾ ആനന്ദമുണ്ട്? സ്വർഗം തുറന്നെന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്നും കേൾക്കുമ്പോൾ എന്നെ സന്തോഷം, എന്നെ സൗഖ്യമാക്കുന്ന കേട്ടാൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് നന്മകൾ തരുമെന്ന് കേട്ടാൽ എനിക്ക് സന്തോഷമാണ്. എന്റെ ഒടിഞ്ഞ കൈ നിവരുമെന്ന് കേട്ടാൽ എനിക്ക് സന്തോഷമാണ്. എന്റെ നടുവിന് വേദന മാറുമെന്ന് കേട്ടാൽ എനിക്ക് സന്തോഷമാണ്. എന്ന സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പോലെ നമ്മുടെ സഭകളിലും ഈ സൗഖ്യത്തിന്റെ സാക്ഷ്യത്തേക്കാൾ ഉപരി സ്വർഗം തുറക്കും. ഉറങ്ങുന്നതിന് തടസ്സമാണ്. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് തടസ്സമാണ്. കുടുംബത്തിൽ, വ്യക്തികളിൽ, സഭയിൽ നിൽക്കുന്ന സകല അന്ധകാരത്തിന്റെ ശക്തികളോട്
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, പുറത്തു പോ. കൽപ്പിക്കണോ? അധികാരമുണ്ടോ? ഉണ്ടെന്ന് ഇത് വെളിപ്പെട്ടാൽ ചരിത്രം മാറും. രാജാവ് നോക്കി ഒതുക്കിക്കളയാമോ? നടന്നില്ല. അടുത്തത് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുക. ഒരു നീണ്ട ഉപവാസം, 40 ദിവസത്തെ ഉപവാസം. യേശു ഉപവസിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ പിശാച് അവന്റെ അടുക്കൽ വന്നു. നമ്മുടെ പ്രസംഗങ്ങൾ എങ്ങനെ? ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ, അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിശാച് വിട്ടുപോകും. ശരിയാ, വിട്ടുപോകും. എന്നാൽ അടുത്ത നിമിഷവും അവൻ നിന്നോട് പോരാടും. ദൈവവചനം എന്നെ എങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ? യേശുവിനുണ്ടായ എങ്ങനെയാണ്? 40 ദിവസം ഉപവാസം കഴിഞ്ഞെത്തിയ പരീക്ഷകൾ അവന്റെ അടുക്കൽ വന്നു. ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുന്നേ? വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. വചനമെടുക്കാൻ പിശാച് അടുക്കൽ വരുന്നെങ്കിൽ ഈ വചനമെടുത്ത് കൽപ്പിക്കാൻ എന്തുവാ? നിന്റെ ദൈവമായ യഹോവ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കുന്ന എഴുതിയിട്ടുണ്ടല്ലോ. ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് പറഞ്ഞാൽ നിന്റെ ശരീരത്തിന് മാത്രമല്ല, നിന്റെ ആത്മീയ മണ്ഡലത്തിൽ വിടുതല. അവിടെ വെച്ച് മരുഭൂമിയിൽ വെച്ച് ഒതുക്കി കളയാമെന്ന് ആര് കരുതി? കരുതി. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ലെന്നേ. തക്കം കിട്ടിയാൽ വേഗത്തിൽ നിർത്താം. ശാസ്ത്രിമാരും പരീക്ഷന്മാരും എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ കല്ലെറിയണമെന്ന് വിചാരിച്ചു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിന് നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു നിയോഗമുണ്ട്. ദൈവത്തിന് നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കുന്നത് വരെ. യോഹന്നാനോടുള്ള ബന്ധത്തിൽ കർത്താവിന് പാതയൊരുക്കാൻ അയക്കപ്പെട്ടവന് അവനെ അത് കഴിഞ്ഞപ്പോ ഹേരോദാവ് കൊന്നു. സമൂഹം ചോദിച്ചു, ഹേ എവിടെ യോഹന്നാൻ? അത് കഴിഞ്ഞ് നല്ല കർത്താവിനെ കണ്ടു. ലോകത്തിന് ഇന്നത് പരാജയമാണെങ്കിൽ ദൈവസഭയ്ക്ക് ഇന്നത് വിജയമോ? യേശു കർത്താവിനെ അവസാനം ക്രൂശിന്മേൽ കയറുന്നതിന് മുൻപും കഴിയുമെങ്കിൽ ഈ പാനപാത്രം പിശാച് അപ്പോഴും വന്ന് പരീക്ഷിച്ചിരിക്കണം. പത്രോസ് ഏറെ സ്നേഹിച്ച ഈശോ പറയാം, കർത്താവേ നിനക്ക് അങ്ങനൊന്നും. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിലോ എന്നോട് പറയുവാണെങ്കിൽ നല്ലതാ സഹോദര, അങ്ങനാണെങ്കിൽ ക്രൂശീകരണം നിങ്ങളോട് പറയുന്നെങ്കിലോ. ഒരു രോഗം ജീവിതത്തിലുണ്ട്, ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിന് നിയോഗമാണെങ്കിൽ, അത് ദൈവത്താൽ അറിഞ്ഞു വന്നതാണെങ്കിൽ. പൗലോസ് ഇത്രയും നേടിയവൻ, ഇത്രയും നഷ്ടപ്പെടുത്തിയവൻ അവിടെ കിടന്നേച്ച് ഈ ശൂലം കുത്തുമ്പോ വേദപണ്ഡിതന്മാർ പല അഭിപ്രായം പറയും. അവന്റെ കണ്ണിൽ നിന്ന് തുരുതുരാച്ചീപ്പളകൾ വരുമെന്ന്. താൻ മാനസികമായി വളരെയധികം അസ്വസ്ഥതകൾ അനുഭവിച്ച വ്യക്തിയാണെന്ന്, ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയാണെന്ന്. ചേട്ടാ, എനിക്ക് നോക്കിയപ്പോ ഭയങ്കര വിപരീതം. ഇന്നത്തെ പ്രസംഗിയന്മാർ പറയുന്നത് ഓടിവാ കൊണ്ടുപോ. ചേട്ടാ, പ്രസംഗിച്ചവൻ പോലും വൈകാതായിരുന്നു. ഈ ലോകമാണെങ്കിൽ, മണ്ണിൽ നിന്ന് എടുത്തവനാണെങ്കിൽ പൗലോസ് ചോദിച്ച്, കർത്താവേ ഇതൊന്ന് മാറ്റിത്തരാവോ? എല്ലാം നഷ്ടപ്പെടുത്തിയവനാ, ഉണ്ടായിരുന്ന സകലതും കൊടുത്താണ്, കപ്പലെല്ലാം വിട്ടിട്ട് ഇറങ്ങി തിരിച്ച അടി ഇടിയും. ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ തെരുവീതികളിൽ നിന്ന് കർത്താവിനെ ഉയർത്തി അടി ഇടിയും കൊള്ളുന്ന സുവിശേഷകന്മാരെ നമുക്കെന്താ? നമുക്കത് പോരാ. ഈ ദിവസങ്ങൾ ദൈവസഭ ഉണർന്ന് ദേശത്തിറങ്ങി എന്റെ കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്ന് ഉദ്ദേശം കർത്താവ് വിളിച്ചത് തന്നെ നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കാനാണ്. തിരുത്തിക്കളഞ്ഞു. ഇത്രയും ചോദിച്ചപ്പോ പൗലോസിന്റെ കർത്താവ് പറഞ്ഞു, എന്തുവാ? ചേട്ടാ, ദൈവത്തിന് സൗഖ്യം പറയാൻ കഴിയത്തില്ലയോ? യേശു വന്നപ്പം ഒറ്റ വാക്കിൽ, ഒറ്റ നോട്ടത്തിൽ, ഒരു വാക്കിൽ മരിച്ചവർ ഉയർത്തെങ്കിൽ ദൈവഹിതമാണെങ്കിൽ ഉയർക്കട്ടെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ല എങ്കിലും ഇതിന്നാരും പറയത്തില്ല. നടക്കും എല്ലാരും വിളിച്ച് നടക്കുക. എല്ലാരും മാനസികമായി തളർന്നു പോയി കുറെ പേര്. ഇതില്ല എങ്കിലും
ശൂലം വന്നു. ശൂലം വന്നു. ഇനി ഞാൻ ദൈവത്തെ കാണുന്നില്ലെന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? ദർശനം കണ്ടവൻ ശൂലം വന്നാൽ ഓടിപ്പോകത്തില്ല. കർത്താവിനോട് ചോദിച്ചപ്പം ഇത് ചോദിച്ചുമ്പോഴും കർത്താവ് പറഞ്ഞു, ഇല്ലില്ല, ശൂലം വന്നെങ്കിലും എന്റെ കൃപ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പാ ശൂലമാണോ? സമ്മതിച്ചു. പക്ഷെ നിന്റെ കൃപ അത് ഞങ്ങൾക്ക് വേണം. ഒരു കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ശരീരത്തിൽ പലപ്പോഴും ക്ലേശങ്ങൾ അനുഭവിച്ചു വെക്കുക. കൊറോണയുടെ സമയത്ത് ഞാൻ കൊറോണയാൽ ബാധിതനായി 2 ആഴ്ചത്തോളം ICU കിടന്ന വ്യക്തിയാണ്. ശ്വാസം നേരെ എടുക്കുവാൻ കഴിയാതിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞ് വളരെയധികം ക്ലേശങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യക്തിയാണ്. ഈ ശൂലങ്ങൾ ഓരോന്നായി ദൈവം തരുമ്പോഴും വിടുവിക്കുന്നെങ്കിൽ വിടുവിക്കട്ടെ. എന്റെ അന്നത്തെയും ഇന്നത്തെയും പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ. അപ്പ അങ്ങയുടെ ഹിതമാണെങ്കിൽ മാത്രം. ഞാൻ പരാജിതനായിരുന്നോ? പൗലോസ് പരാജിതനായിരുന്നോ? ലോകം പറയും പരാജയമാണ്. യേശു കർത്താവിൻ ക്രൂശിന്മേൽ കയറിയപ്പോൾ ലോകം പറഞ്ഞു, കഴിഞ്ഞു. ശുശ്രൂഷ ചെയ്തവൻ, നടന്നവൻ, സൗഖ്യമാക്കിയവൻ, വിടുവിച്ചവൻ, ദയനക്കുന്ന 2 കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിന്റെ ആരും കണ്ടാൽ അവനെ ഒന്ന് ഗവനിക്കാതെ, കണ്ടാലറിയാതെ, നഗ്നനായി, വിരൂപനായി. നമ്മുടെ ആർക്കെങ്കിലും ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലോ? നമ്മോട് പറഞ്ഞേനെ, ദൈവത്തെ സേവിക്കാത്തോണ്ടാ? ആ ക്രൂശി കിടക്കുന്നത് വചനപ്രകാരം ജീവിക്കാത്തോണ്ടാ? ജീവിതത്തിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ക്ലേശങ്ങളോ എന്ത് തന്നെ വന്നാലും ദൈവീക നിയോഗപ്രകാരം വരുന്നെങ്കിൽ അപ്പാ എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. മണ്ടന്മാരാന്ന് ലോകം പറയുന്നവരോട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇന്ന് ആരാധനാലയങ്ങൾ കേൾക്കാതെ പോയ സന്ദേശം, ഇന്നാരും അധികം പ്രസംഗിക്കപ്പെടാത്തൊരു സന്ദേശം ഞാനത് ഇന്ന് സഭയിലെ ദൈവമക്കൾക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു മരിച്ചു, യോഹന്നാൻ മരിച്ചു, പൗലോസ് മരിച്ചു. ലാസറിനെ ദൈവം ഉയർപ്പിച്ചു. പിന്നവൻ മരിച്ചു. ലോകം കണ്ടവര് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചവരല്ല. എന്റെ ദൈവമക്കളെ, ക്രിസ്തീയ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ജോൺ വിക്ലിഫ്, മാർട്ടിൻ ലൂതർ, ഇങ്ങനെ നവോത്ഥാനത്തിന്റെ നായകന്മാർ, കർത്താവിന് വേണ്ടി നിന്നവരല്ല. അവരൊക്കെ എങ്ങനെ കൊന്നേന്ന് കേട്ടുകഴിഞ്ഞാൽ വളരെ വേദനയുണ്ടാവും. പച്ചയ്ക്ക് കത്തിച്ചു, പോരാഞ്ഞിട്ട് എല്ല് പൊടിച്ച് ഇഷ്ടികക്കകത്ത് ചേർത്ത് കെട്ടിടം പണിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവരെ അന്വേഷിക്കുന്നവർ ഇങ്ങനെയായി തീരും. ലോകം പറഞ്ഞു, മണ്ടന്മാർ, ഇവർക്കെല്ലാം മണ്ടന്മാർ. ലോകം ഒരുപക്ഷെ സൗഖ്യമാകാതിരിക്കുമ്പോ, ക്ലേശം അനുഭവിക്കുമ്പോ ലോകം നോക്കിയിട്ട് പറയും, മണ്ടന്മാർ. ദൈവത്തെ വിളിക്കാൻ തിരിച്ചിങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ പുതിയ നിയമത്തിന്റെ വാഗ്ദത്തം ഞാൻ ദൈവമക്കൾക്ക് കൈമാറി എന്ന മെസ്സേജ് അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടമുണ്ട്, കഷ്ടം മാറ്റിത്തരാമെന്നല്ല. ക്ലേശമുണ്ട്, അത് മാറ്റിത്തരാമെന്നല്ല. നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇന്ന് കർത്താവിന്റെ മടങ്ങി വരാതിരുന്നാൽ നമ്മുടെ കുറെ കാര്യങ്ങൾ കൂടെ നടക്കും. പ്ലാൻ ചെയ്തതുപോലെയൊക്കെ പോകാം. പിള്ളേരെ കെട്ടിക്കണം, മോന് ജോലിയാവണം, ഒരു വീട് വെക്കണം. നമ്മളൊരു 30 കൊല്ലത്തേക്ക് ഭക്തന്മാർ അങ്ങനല്ലായിരുന്നു കേട്ടോ, പിതാക്കന്മാർ അങ്ങനല്ലായിരുന്നു. തെരുക്കോടികളിൽ അടികൊള്ളുമ്പോഴും ജീവൻ നഷ്ടമാകുമ്പോഴും അവരെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണീട്ട് പൗലോസ് പോലും പറഞ്ഞു, ഞാൻ ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ക്ഷേമമെന്നെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അവന്റെ വരവിന് വേണ്ടി മരിച്ച യോഹന്നാനും കർത്താവ് അടക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ടപ്പോഴും മരിച്ച പൗലോസ് വിളിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. തലയേറിക്കപ്പെടുന്നതിന് മുൻപ് നിജപുത്രനായ തിമോത്തിയോസിനെ വിളിച്ചു പറയുകയാണ്, ഞാൻ നല്ല ഓർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അലക്സാണ്ടർ ചക്രവർത്തി ഓടിയില്ലേ? അവസാന സമയം കൈകൾ പുറത്തേക്കിട്ടിട്ട് പറഞ്ഞു,
എന്റെ ശരീരം നിങ്ങൾ ഓർമ്മ ചെയ്യരുത്. എനിക്ക് വേണ്ടി ഒരു മോണമെന്റ്സ് ഒന്നും ഉണ്ടാക്കരുത്. എനിക്ക് വേണ്ടി ഇവിടെ സ്തൂപങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യനാണ്. മരിക്കുമ്പോൾ ഭക്തൻ പറഞ്ഞത്, ഞാൻ നല്ലവർ പരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യാശ, പുതിയ നിയമത്തിന്റെ ദൂതിത. ഇന്ന് പകൽക്കാലം ഈ പ്രത്യാശ ഉള്ളിൽ കയറിയിട്ട് ദൈവമക്കളെ നിങ്ങൾ ഇവിടെ വിട്ട് എഴുന്നേൽക്കാവൂ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ആ കർത്താവ് മടങ്ങി വരാറായി, ആ കാഹളം ധ്വനിക്കാറായി. ഇത് പറയുമ്പോൾ എന്താ സന്തോഷമില്ലാത്ത നമുക്കാർക്കാൻ മണിയുള്ളത്? എന്റെ അപ്പൻ വരാതാ, യേശു വരാതാ, കർത്താവ് വരാതാ. അവൻ വീണ്ടും എന്റെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ആ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. മറ്റമായത് നീങ്ങിപ്പോകും, അമർത്യമായത് ഓരും. ഇങ്ങനെയല്ല, ഞാൻ എന്റെ സ്വന്തം കണ്ണ അവനെ കാണും. കർത്താവ് വരാറായി. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ ദൈവമക്കളെ. ആ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കാൻ നമുക്ക് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളെ നൽകട്ടെ. സമയം അനുഭവിച്ച ദൈവദാസനോട്, ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ ധാരണമായി അനുഗ്രഹിക്കട്ടെ.